മാധ്യമങ്ങളെ പഴിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മലക്കം മറിച്ചിൽ. കെ.സി. വേണുഗോപാൽ വിഷയത്തിൽ റെഡ് അലർട്ട് എന്ന് ഇന്നലെ പറഞ്ഞ സതീശൻ ഇന്നിപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നായിരുന്നു സതീശന്റെ തലയൂരൽ. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറഞ്ഞത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നോ. ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും എല്ലാവരും അല്ല വീണ്ടും 5 പ്രാവശ്യം ചോദിച്ചു. എന്നെ പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കല്ല. അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി. ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലർട്ടാണ്, ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും. അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ.സി. വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി. ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല. നൃപൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നൃപൻ, എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ക്ഷുഭിതനാകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇതാ ചില കാര്യങ്ങളിലൊക്കെ മലക്കം മറിച്ചിലുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇന്നലെ കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് കൃത്യമായി അത് നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനായിരുന്നു സതീശൻ റെഡ് അലർട്ട് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ മലക്കം മറിച്ചിൽ നടത്തുകയാണ്. വിവരങ്ങൾ ഭദ്ര, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുള്ള അസ്വസ്ഥതകൾ, പരസ്പരമുള്ള ചേരിപ്പോരുകൾ, ഇത്തരം വാർത്തകളെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുന്നുണ്ട്. മിനിഞ്ഞാന്നും അദ്ദേഹം ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഈ ചോദ്യത്തിന് പ്രതികരണമില്ല എന്ന മറുപടി നൽകി അദ്ദേഹം പിണങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കാണാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി തിരിച്ചു കയറിപ്പോയത് ഏവരും കണ്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് കെ.സി. വേണുഗോപാൽ സജീവമാകുന്നു എന്ന വാർത്തകൾ വന്നത്. അത് കെ.സി. വേണുഗോപാൽ തന്നെയാണ് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ എന്താണ് വി.ഡി. സതീശന്റെ പ്രതികരണം എന്ന് തേടിയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പോ വി.ഡി. സതീശൻ ആകാശത്തേക്ക് ചൂണ്ടി നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്, റെഡ് അലർട്ട് അല്ലേ എന്ന തരത്തിൽ പരിഹാസ മറുപടി നൽകി അദ്ദേഹം മടങ്ങിയത്. പക്ഷെ ഇന്ന് അദ്ദേഹം വിചിത്രമായ വാദമാണ് ഇന്ന് മറുപടിയായി നൽകുന്നത്. ഇന്ന് അദ്ദേഹം നൽകുന്നത് ഇക്കാര്യത്തിൽ താൻ എങ്ങനെ മഴയത്ത് പുറത്തേക്ക് നിന്ന് മാധ്യമങ്ങളോട് ചോദിക്കുന്ന സമയത്ത് മഴയുടെ കാലാവസ്ഥയായിരുന്നു, അത് മഴയെക്കുറിച്ചാണ് താൻ ഉദ്ദേശിച്ചത്, അതിനെ കെ.സി. വേണുഗോപാലിനെതിരെ മാറ്റി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായി മറുപടി നൽകാൻ കഴിയാത്തതിന്റെ ഒരു അസ്വസ്ഥത തുടർച്ചയായി വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യം വസ്തുതയാണ്. ഒപ്പം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ നമുക്ക് കാട്ടാനുള്ള കൂടുതൽ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്നതാണ്. ചില കോൺഗ്രസിന്റെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവർ, അതായത് വിവിധ വിഭാഗങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ, വിവിധ ബീറ്റുകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണെന്ന് പറയുക. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കോൺഗ്രസ് ബീറ്റ് നോക്കുന്നവർ ഇപ്പോൾ CPM-ന്റെ കയ്യിലാണ്, അവരെ CPIM സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ചില മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കോൺഗ്രസിനെതിരായി വാർത്തകൾ ചെയ്യുന്നുണ്ട്. അത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താൻ ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇനി ആ മാധ്യമപ്രവർത്തകരുടെ പേര് താൻ തന്നെ പുറത്തുവിടും എന്ന തരത്തിലുള്ള മറുപടിയും വി.ഡി. സതീശൻ നൽകുന്നുണ്ട്. സാധാരണ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകരോട് അടുപ്പം സൂക്ഷിക്കുക സ്വാഭാവികമാണ്. അവിടെ നിന്നാണ് പല വാർത്തകളും പല മീറ്റിങ്ങുകളിലും അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അറിയുന്നത് മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ്. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ച ഭരണപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഒരു MLA എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അന്ന് വി.ഡി. സതീശന്റെ വാർത്തകളെല്ലാം നൽകിയത് ഇതേ മാധ്യമങ്ങളായിരുന്നു. അന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് അന്നത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വി.ഡി. സതീശൻ തങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയും വി.ഡി. സതീശനെതിരെയുള്ള വാർത്തകൾ വരുന്നതിന് പിന്നിൽ CPIM ആണ്, CPM ഈ മാധ്യമപ്രവർത്തകരെ CPM സ്വാധീനിച്ചിട്ടുണ്ട് എന്ന വിചിത്രമായ വാദം ഇന്ന് മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭദ്ര. അതെ, തീർച്ചയായും നൃപൻ, മാധ്യമങ്ങളെ പഴിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ മലക്കം മറിച്ചിലുണ്ടായത്. ഇതിൽ കെ.സി. വേണുഗോപാൽ വിഷയത്തിൽ റെഡ് അലർട്ട് എന്നായിരുന്നു ഇന്നലെ സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലപാട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ CPIM കുടുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ CPIM വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് സതീശന്റെ ചില വാക്കുകൾ. ആ മാധ്യമപ്രവർത്തകർ ആരൊക്കെയാണ് എന്നത് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പുറത്തുവിടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. സതീശന്റെ ആ വാക്കുകൾ നമുക്കൊന്നുകൂടി കേൾക്കാം. ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ
വീണ്ടും എല്ലാവരും അല്ല, വീണ്ടും 5 പ്രാവശ്യം ചോദിച്ചു. എന്നെ പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കല്ലേ. അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി. ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലർട്ടാണ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, റോട്ടിലാണ് നിൽക്കുന്നത് ഇതുപോലെ എന്ന് പറയും. അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ KC വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി. ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോകുന്ന കാര്യമല്ലാതെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല. പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ, എല്ലാവരും അല്ലട്ടോ, കുറച്ച് ആളുകളെ CPM കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും, ചിരിച്ചോണ്ടേ പറയൂ. ഇനി എല്ലാം ചിരിച്ചോണ്ട് പറയില്ല, ദേഷ്യപ്പെടില്ല. കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ എല്ലാവരും കൈകാര്യം ഞാൻ നോക്കി, എല്ലാവരും വീണില്ല. പക്ഷെ ചിലര് വീണിട്ടുണ്ട്. ചിലര് കോൺഗ്രസിന്റെ ബീറ്റ് നോക്കുന്ന ആളുകളെ CPMന്റെ ചില പിടിയിൽ വീണിട്ടുണ്ട്. എനിക്കതിന് വിരോധമൊന്നുമില്ല, എനിക്കത് ചോദിക്കണ കേൾക്കുമ്പോ അറിയാം അതിൽ വീണിട്ടാണ് ആ ചോദിക്കുന്നതെന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സീരിയസ് ആവുമല്ല. അപ്പൊ ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശയായിട്ട് പറയും. ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും. എല്ലാ മാധ്യമങ്ങളെയും അല്ല ഞാൻ പറയും, എല്ലാ ബീറ്റ് നോക്കുന്ന ആളുകളെയല്ല ഞാൻ പറയും. ഇതൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അനങ്ങാതെ നിൽക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകരാണ് ഭൂരിപക്ഷം, നല്ല മാധ്യമങ്ങളാണ് ഭൂരിപക്ഷം. അവരെല്ലാവരും കൂടി മാധ്യമങ്ങൾ മുഴുവൻ കുഴപ്പമാണെന്നല്ല, പക്ഷെ കുറച്ച് പേര് ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ട്. CPMൽ ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ തരാൻ പറ്റി ഇഷ്ടംപോലെ ആളുണ്ട്. ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുള്ള പാർട്ടിയാണ് ഞങ്ങള്. ഈ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് സ്വാധീനിച്ചതെന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് റിപ്പോർട്ട് കിട്ടും.